ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെയുള്ള 4 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. സ്മുർന്നയിലെ സഭയുടെ ദൂതനെ എഴുതുക. മരിച്ചവനായിരുന്ന് വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ആസിയിലെ 7 സഭകളിൽ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രസ്താവിക്കുന്നത് എഫേസോ സഭയെക്കുറിച്ചാണ്. എഫേസ്യ സഭ. ഇപ്പോൾ 2ാമത് പറയുന്നതാണ് സ്മുർന്നയിലെ സഭ. ഈ സ്മുർന്നയിലെ സഭ തിരുവചനപ്രകാരം ഒരു പീഡിത സഭയാണ്. പീഡിത സഭ, യാതന സഹിക്കുന്ന സഭ, കഷ്ടപ്പാടേൽക്കുന്ന സഭ, എന്നും പ്രതിസന്ധിയും പ്രശ്നവും എതിർപ്പും ആക്രമണവും നേരിടേണ്ടി വന്ന സഭ. വളരെ ഏറെ ദുരിതങ്ങളിൽ കൂടി കടന്നുപോയ സഭയാണ് സ്മരണ സഭ. ഇവിടെ ആദ്യം ആത്മാവ് പറയുന്നത് ഞാൻ അറിയുന്നു എന്നാണ്. നിന്നെക്കുറിച്ച് ഞാൻ അറിയുന്നു. അതെല്ലാ സഭകൾക്കുള്ള ദൂതിൽ അതുണ്ട്. നിന്നെക്കുറിച്ച് ഞാൻ അറിയുന്നു. നിൻ്റെ വാസ്തവമായ സ്ഥിതി ഞാൻ അറിയുന്നു. നിൻ്റെ സാക്ഷാത്തായ സ്ഥിതി നീ പക്ഷേ അറിയുന്നില്ല, പക്ഷേ ഞാനതറിയുന്നു. അതൊരു വലിയ സത്യമാണത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള തെറ്റുകൾ അതിൻ്റെ ആയിരിക്കുന്ന ഗൗരവത്തോടെ നാം പലപ്പോഴും അറിയാറില്ല, ഓർക്കാറില്ല, ചിന്തിക്കാറില്ല. നമ്മുടെ തെറ്റുകൾ, നമുക്കുള്ള പാപങ്ങൾ, നമ്മുടെ മനോഭാവത്തിലുള്ളതായ വീഴ്ചകൾ, നമ്മുടെ ചിന്താഗതിയുള്ളതായ പാളിച്ചകൾ, ഇത് പലതും നമുക്കതിനെ അറിയാൻ വയ്യ. അതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്ത് എന്തായെന്ന് നാം ചിന്തിക്കാറില്ല. എന്നാൽ എല്ലാം കർത്താവ് കാണുന്നു. ദൈവം എല്ലാം അറിയുന്നു. ഞാൻ അറിയുന്നു. എഫേസ്യ സഭയ്ക്കുള്ള തോതിൽ ആ സഭയുടെ 7 നന്മകൾ അറിയുന്നതാണ് കർത്താവ് പറഞ്ഞത്. 7 തരം നന്മകൾ അത് നാം ചിന്തിച്ചതാണ്. 7 തരം നന്മകൾ എഫേസ്യ സഭയ്ക്കുണ്ട്. അത് കർത്താവ് അറിയുന്നു. എല്ലാം അറിയുന്ന ഒരു ദൈവം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ചിന്തയാണ്. എല്ലാം ദൈവം കാണുന്നു. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല, ദൈവത്തെ വിളിക്കാൻ സാധ്യമല്ല. 139-ാം സങ്കീർത്തനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നമുക്കത് അറിയാവുന്ന ഭാഗമാണ്, എങ്കിലും നമുക്ക് വായിച്ച് കേൾക്കാം. 139-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. ചിന്താമണ്ഡലം മുഴുവൻ നീ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നടക്കുന്നത് നീ ശോധന ചെയ്യുന്നു. ഞാൻ കിടക്കുന്നത് നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ദൈവമേ, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്നുള്ളതായ ആ പരിജ്ഞാനം, എപ്പോഴും നീ എന്നെ കാണുന്നുള്ളതായ പരിജ്ഞാനം, നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള പരിജ്ഞാനം, എന്നെ സംബന്ധിച്ചുള്ള സകല കാര്യങ്ങളും രഹസ്യവും പരസ്യവും എല്ലാം നീ കാണുന്നുള്ളതായ പരിജ്ഞാനം, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് വാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെയാണ് കർത്താവേ. ഇരുട്ട് എൻ്റെ കർത്താവേ, നീ എന്നെ കാണുന്നതിൽ നിന്ന് മറച്ചു കളയുന്നില്ല. നീ എപ്പോഴും എന്നെ കാണുന്നു. ഇരുട്ടിലും വെളിച്ചത്തിലും നീ എന്നെ കാണുന്നു.
ഇരുട്ടേനെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. വെളിച്ചവും ദൈവമേ നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. നീയാണല്ലോ എൻ്റെ അന്തരംഗങ്ങളെ, എൻ്റെ ഉൾഭാഗങ്ങളെ, എൻ്റെ ആന്തരിക അവയവങ്ങളെ, എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ സെൻസ് ഓർഗൻസ് എല്ലാം നീയാണല്ലോ നിയമിച്ചത്. എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ നീ അറിയുന്നുവല്ലോ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. കർത്താവേ, അത്ഭുതമായ കാര്യമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായത്. നിൻ്റെ കൈയാണ് എന്നെ മെടഞ്ഞത്, നിൻ്റെ കൈയാണ് എന്നെ സൃഷ്ടിച്ചത്. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ, ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോൾ നീ എന്നെ കണ്ടുകൊണ്ടിരുന്നു, അപ്പോഴും നീ എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു, അപ്പോഴും നീ എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. നിൻ്റെ കരം എന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു. കർത്താവ്, ഇതെല്ലാം എനിക്ക് അത്ഭുതമായ കാര്യങ്ങളാണ്. ഓരോന്നോരോന്ന് സങ്കീർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ദൈവം അറിയുന്നു എന്നാണ് അതിൻ്റെ ആകത്തുക നമുക്ക് ഓർക്കാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഒറ്റയ്ക്കൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജയിച്ചു പോകാം. ഒറ്റയ്ക്കൊരു കാര്യം, ഒരു ദൈവഭയം നമുക്കുണ്ടായിരിക്കുക. ഒരു ദൈവഭയം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ പേടിയെന്നല്ല അതിൻ്റെ അർത്ഥം. ഓ ആൻഡ് റെവറൻസ്, AWEO, ഓ ആൻഡ് റെവറൻസ്, ഒരു നടുക്കം ഉണ്ടായിരിക്കുക. ദൈവം എന്നെ കാണുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവം എന്നെ കാണുന്നു. അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് അനേകം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാം, അനേകം അനർത്ഥങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് നിൽക്കാം, അനേകം കെടുതികൾ നമുക്ക് വരാതെ നമ്മൾ തന്നെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ദൈവം എന്നെ കാണുന്നു, ഒരു ദൈവഭയം ഉണ്ടായിരിക്കുക. ദൈവം കാണുന്നു, ദൈവം എല്ലാം അറിയുന്നു. ഒരു നാൾ ഞാൻ ഈ ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും. എൻ്റെ മരണശേഷം ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ ആ സ്വർഗീയ ന്യായാസനത്തിന് ഭാഗം നിൽക്കേണ്ടി വരും. മരണം കഴിഞ്ഞൊരു ന്യായവിധിയുണ്ട്. എല്ലാം വെളിപ്പെടുന്നൊരു ദിവസമുണ്ട്. ഇന്ന് പലർക്കും വെളിപ്പെട്ട് കിട്ടുന്നില്ല. എനിക്ക് എൻ്റെ അപ്പനെ മറയ്ക്കാം, അമ്മയെ മറയ്ക്കാം, എനിക്ക് എൻ്റെ മക്കളെ മറയ്ക്കാം, എൻ്റെ സഹോദരങ്ങളെ മറയ്ക്കാം, ഈ ലോകത്തുള്ള എല്ലാവരെയും എനിക്ക് മറച്ചു ഒളിക്കാം. പക്ഷേ ദൈവത്തെ വിളിക്കാൻ സാധ്യമല്ല. ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് പല രംഗങ്ങളിൽ നമുക്ക് രക്ഷപ്പെട്ട് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ പാവത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ, പാവത്തിൻ്റെ പ്രേരണകൾ വരുമ്പോൾ, ദൈവം എന്നെ കാണുന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഉടനെ അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. പാവത്തിൻ്റെ ചിന്തകൾ വരാൻ തുടങ്ങുമ്പോഴേക്കും ദൈവം എന്നെ കാണുന്നു, ഈ ചിന്ത കർത്താവ് കാണുന്നു എന്ന് നമുക്ക് ഓർക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് തിരിയാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ദൈവഭയം ഒന്നുണ്ടായിരിക്കുക, ദൈവഭയം. പിന്നെ അതിനെ തുടർന്നാണ് മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. ദൈവഭയം എന്നുള്ള അവരുടെ കാര്യത്തിൽ നിന്ന് പിന്നെ ശാഖോപശാഖകളായി ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമ്മുടെ ഹൃദയം പോകുന്നു. ഓരോന്നോരോന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. യേശു ക്രിസ്തു ആരാണ്? 2000 വർഷം മുമ്പ് ക്രൂശിൽ മരിച്ച് കടന്നുപോയ ക്രിസ്തു ഇന്നും ജീവിക്കുന്നുള്ളതായ പരമാർത്ഥം നമുക്ക് മനസ്സിലാകുന്നു. ഇന്നും ജീവിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ക്രിസ്തു കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും ക്രിസ്തു ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ക്രിസ്തു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു, സകലത്തിൻ്റെയും ഉടയനായ ക്രിസ്തു, നിത്യപിതാവായ ജീവനുള്ള ദൈവത്തിൻ്റെ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അതെല്ലാം ക്രിസ്തു ഏറ്റെടുത്തു പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലുള്ളതായ പാപങ്ങളെല്ലാം ക്രിസ്തു വഹിച്ചു. ക്രിസ്തു നാം ചെയ്തു പോയ പാപങ്ങളുടെ ശിക്ഷയെല്ലാം ക്രിസ്തു ഏറ്റു. നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഒരു ചെറിയ ഉദാഹരണം പറയാം, വളരെ ചെറിയ ഉദാഹരണം. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനും ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യായിരുന്നു. മകൻ കൊച്ചുകുട്ടിയാണ്. അദ്ദേഹം നല്ല വിദ്യാഭ്യാസവും നല്ല സൗകര്യങ്ങളുമുള്ള ഒരു നല്ല മനുഷ്യനാണ്. കാറിൽ പോകുമ്പോൾ എപ്പോഴോ ഒരിടത്ത് കാർ നിർത്തിയിട്ടപ്പോൾ എന്തിനോ ഈ കുട്ടി ആ കാറിൻ്റെ ഗ്ലാസ് പൊക്കി കഴിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോഴുണ്ട് ഒരു കടന്നൽ പോലെയുള്ളൊരു ദുഷ്ടജീവി. ആ ക്ഷുദ്രജീവി ഈ അപ്പൻ്റെ മുഖത്ത് വന്ന് കൊത്തി. അസഹ്യമായ വേദന. അപ്പൻ അവിടെ കൈകൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് തിരുമ്മിക്കൊണ്ടിരുന്നു. കാറ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അപ്പൻ്റെ വേദന കണ്ട് ഈ കുട്ടി വിഷമിച്ച് അവൻ പ്രയാസത്തോടെ ഇരിക്കുമ്പോഴാണ് ആ ദുഷ്ടജീവി, ആ ക്ഷുദ്രപ്രാണി, കടന്നലായിരിക്കണം, അത് കുട്ടിയുടെ നേരെ പാഞ്ഞു വരുന്നു. ആ കുട്ടിയുടെ മുഖത്തേക്ക് പാഞ്ഞു വരുന്നു. അത് അപ്പനെ കുത്തിയ അതേ ജീവി എൻ്റെ അടുക്കലേക്ക് വരുന്നല്ലോ, ആ കടന്നൽ എൻ്റെ നേരെ വരുന്നല്ലോ, എന്ത് വേണ്ടെന്ന് പറഞ്ഞ് കുട്ടി നിലവിളിക്കുന്നു. അപ്പൻ പറഞ്ഞു, മോനെ പേടിക്കേണ്ട, അത് നിന്നെ കുത്തുമെന്ന് പേടിക്കേണ്ട. അവൻ കുത്തിയ ആ
കൊമ്പ് എൻ്റെ കവളത്തിരിപ്പുണ്ട്. എൻ്റെ ശരീരത്തിനേറ്റതായ ആ വേദന കൊണ്ട് ഇനി അവന് ആ കൊമ്പ് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കൊമ്പ് ഒടിഞ്ഞുപോയി. എന്നെ കുത്തിയപ്പോൾ ആ കൊമ്പ് ഒടിഞ്ഞുപോയി. ഇനി ആ കൊമ്പ് കൊണ്ട് ഒരു കാരണവശാലും ആരെയും കുത്താൻ സാധിക്കുകയില്ല. അവൻ പറന്നു കിടക്കാവുന്നേ ഉള്ളൂ. അതിനൊന്നും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. കുട്ടിക്ക് സമാധാനമായി. ഇതൊരു പഴങ്കഥയായിരിക്കാം, പക്ഷേ അതിന് വലിയ അർത്ഥമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും പാപം വഹിച്ച കർത്താവായ യേശു ക്രിസ്തു ആ പിശാചിൻ്റെ കുത്തേറ്റതുകൊണ്ട്, ദുഷ്ടനായ പിശാചിൻ്റെ ആ ഭീകരമായ ആക്രമണം ഏറ്റതുകൊണ്ട് കർത്താവ് വേദനിച്ചു, പിടഞ്ഞു, മരിച്ചു. നാം ഓരോരുത്തരും ആ കടന്നലിൻ്റെ കുത്ത് നമുക്ക് ഏൽക്കാതെ വണ്ണം കർത്താവ് നമ്മെ കാത്തു. ആ കർത്താവിൻ്റെ ദേഹത്ത് അത് തറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പാപമാണ് അവിടെ കർത്താവിൻ്റെ ദേഹത്ത് തറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പാപം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു അതെല്ലാം, ആ വേദനയെല്ലാം യേശു ഏറ്റെടുത്തു. ഇനി നിങ്ങൾ ശത്രുവിനെ പേടിക്കേണ്ട കാര്യമില്ല, മന്ത്രവാദശക്തിയെ പേടിക്കേണ്ട കാര്യമില്ല, ലക്ഷണവിദ്യയെ പേടിക്കേണ്ട കാര്യമില്ല, രാഹുകാലത്തെ പേടിക്കേണ്ട കാര്യമില്ല, ആരെങ്കിലും നിങ്ങൾക്കെതിരായി എന്തെങ്കിലും ചെയ്തു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഒന്നും ഭയപ്പെടേണ്ട. ആ വീട് താമസിക്കാൻ കൊള്ളാത്ത വീടാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട. അവിടെ പാർക്കാൻ കൊള്ളാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാലും പേടിക്കേണ്ട. കാരണം ആ ദുഷ്ടനായ പിശാച് കുത്തിയ കുത്ത് അതോടുകൂടി അവൻ്റെ കൊമ്പ് ഒടിഞ്ഞു കഴിഞ്ഞു. അവന് ആരെയും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദുഷ്ടപ്പിശാച് എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ പേരിൽ നീ ആ ശിക്ഷ ഏറ്റല്ലോ, നീ വേദന ഏറ്റല്ലോ, എൻ്റെ പേരിൽ ദുഷ്ടൻ്റെ കുത്ത് നീ ഏറ്റല്ലോ, നാഥാ നീ എന്നെ രക്ഷിച്ചല്ലോ, ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ തിരുരക്തത്താൽ നീ എന്നെ വീണ്ടെടുത്തല്ലോ, ദൈവമേ നിനക്ക് സ്തുതി. ഇതാണ് ദൈവസ്നേഹം. നമ്മുടെ മേലുള്ള ശത്രുവിൻ്റെ ആക്രമണം നമുക്ക് വേദനാകരമായി തീരാതെ വണ്ണം, നമുക്ക് അപകടമായി തീരാതെ വണ്ണം കർത്താവ് ആ ശത്രുവിൻ്റെ ആക്രമണം സ്വയമേ ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ശരീരത്തിലാണ് ആ മുള്ളു കൊണ്ടത്. കർത്താവിൻ്റെ ശരീരത്തിലാണ് ആ സൂചി കൊണ്ടത്, ആ മുന കൊണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആ ജീവനുള്ള ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻപേ കരുതിയിരിക്കുന്നു. ഇത് നിങ്ങൾ പാഴ്വാക്കായി എടുക്കരുത്. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു, വ്യക്തിപരമായി സ്നേഹിക്കുന്നു, വ്യക്തിപരമായി നമ്മെ അറിയുന്നു. നമ്മുടെ പോരായ്മകൾ കർത്താവ് കാണുന്നു. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ബലഹീനതകളിൽ കർത്താവിന് നമ്മോട് സഹതാപമുണ്ട്, നമ്മോട് കർത്താവിന് വാത്സല്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം തെറ്റിലേക്ക് പോകുമ്പോഴും കർത്താവിൻ്റെ ഹൃദയം വേദനിക്കുകയാണ്. എന്നാൽ കർത്താവ് നമ്മെ സ്നേഹിക്കുക തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ കൊച്ചുകുട്ടി, അവൻ ഒരു വഴുവഴുപ്പുള്ള സ്ഥലത്തൂടെ നടന്നു പോയപ്പോൾ വീഴുന്നു. അവൻ വീണുപോയി. ആ കുട്ടി ഏതായാലും വീണല്ലോ, അവിടെ കിടക്കട്ടെ എന്ന് അമ്മ വിചാരിക്കുമോ? അപ്പം വിചാരിക്കുമോ? ഇല്ലല്ലോ. വീണുപോയി. നടന്നു പോയപ്പോൾ വഴുവഴുപ്പുള്ള സ്ഥലത്തൂടെയാണ് പോയത്. വീണുപോയി. പെട്ടെന്ന് കോരിയെടുത്ത് അവൻ്റെ ഡ്രസ്സ് മാറ്റി അവനെ കുളിപ്പിച്ച് ശരിയാക്കി എത്രയും ഭംഗിയാക്കി ഒരു തരത്തിലും ഒരു കേടൊന്നും വരാത്ത വിധത്തിൽ അവനെ ശുശ്രൂഷിക്കുന്നു. അല്ലേ? അങ്ങനെയല്ലേ? നമ്മുടെ കർത്താവ് നമ്മുടെ പെറ്റമ്മയേക്കാൾ കൂടുതലായി നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ പ്രസവിച്ച ഈ ഭൂമി ഇത്രയും കാലം വളർത്തിയ നമ്മുടെ അമ്മയേക്കാൾ കൂടുതൽ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. നമുക്കിത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ഹൃദയം എപ്പോഴും സന്തോഷഭരിതമായിരിക്കും, എപ്പോഴും സമാധാനമുള്ളതായിരിക്കും. എന്നെ വ്യക്തിപരമായി കാണുന്നൊരു ദൈവം, എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഒരു ദൈവം, എൻ്റെ ഇരുളും പകലും എന്നെ കാണുന്നൊരു ദൈവം, എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ദൈവം. ദൈവത്തിന് സ്തോത്രം. സൂര്യൻ മുകളിൽ നിന്ന് ഉദിച്ചു നിൽക്കുമ്പോൾ അത് ലണ്ടനിലുള്ളവരെ നോക്കുന്നത് പോലെയോ, അതല്ലെങ്കിൽ ഡൽഹിയിലുള്ളവരെ നോക്കുന്ന പോലെയോ, തിരുവനന്തപുരത്തുള്ളവരെ നോക്കുന്ന പോലെയോ അതിന് പ്രത്യേക നോട്ടത്തിന് വ്യത്യാസമില്ല. സൂര്യൻ്റെ വെളിച്ചം എല്ലായിടത്തും പ്രകാശിക്കുകയാണ്. എല്ലായിടത്തും എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യൻ്റെ മേലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം പ്രകാശിക്കുന്നുണ്ട്. നാം തിരിച്ചറിയുന്നില്ലേന്നേ ഉള്ളൂ. പകൽ നല്ല പകലാണ്, നല്ല പകൽ വെട്ടമുണ്ട്. പക്ഷേ നമ്മുടെ വാതിലുകളും ജനലുകളും എല്ലാം അടച്ച് അവിടെ എല്ലാം അടച്ച് മൂടി കെട്ടിയിരുന്നാൽ അതിനകത്ത് ഈ വെളിച്ചം കടന്നു വരികയില്ല. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന അപകടം അതാണ്. നമ്മുടെ ഹൃദയത്തെ നാം അടച്ചു വെച്ചിരിക്കുകയാണ്. ഹൃദയത്തെ അടച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഈ വെളിച്ചം കടന്നു വരാൻ സാധിക്കുന്നില്ല. വെളിച്ചത്തിന് അവിടെ വാതിൽ തുറന്നു വെച്ചാൽ മതി, വെളിച്ചം കടന്നു വരും. വെളിച്ചമായി വരൂ എന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമില്ല. ഇരുട്ടെ പോവുക എന്ന് പറഞ്ഞ് ഇരുട്ടിനെ ഓടിച്ചു കളയേണ്ട ആവശ്യമില്ല. ഇരുട്ടിനെ തൂത്ത് കളയേണ്ട ആവശ്യമില്ല. തൂത്താൽ പോവുകയില്ല. ഇരുട്ടിനെ കഴുകിക്കളയേണ്ട ആവശ്യമില്ല. കഴുകിയാലും പോവുകയില്ല. ഇരുട്ട് തന്നെയാണ്. എന്നാൽ അതിനകത്തേക്ക് വെളിച്ചം വരണം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ വെളിച്ചമകത്ത് പ്രകാശിക്കണം. വെളിച്ചം ക്രിസ്തുവാണ്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വന്നാൽ അന്ധകാരശക്തി ഓടിപ്പോകും. എല്ലാ പഞ്ചാംഗങ്ങളും, നിങ്ങളുടെ ഗ്രഹനിലകളും, എല്ലാ വിഷുഫലങ്ങളും എല്ലാം തകർന്നു പോകും, വിട്ടുപോകും.
ആരെല്ലാം നിങ്ങൾക്കെതിരെ എന്തെല്ലാം ചെയ്താലും ഒന്നും നിങ്ങൾ ഫലിക്കുകയില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവമക്കൾക്ക് ആശ്രയമായി ക്രിസ്തുവുണ്ട്, ക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. ആ തിരുരക്തങ്ങളെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തിരുരക്തങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു കാര്യം മാത്രം, നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ച് നിങ്ങൾ ആശ്വാസം പ്രാപിക്കുക. വിശ്വസിക്കുക, ആശ്വാസം പ്രാപിക്കുക. വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുക. വിശ്വസിക്കുക, സമാധാന വഴികൾ നേടിയെടുക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കിട്ടാവുന്നതാണ്, നമുക്ക് ഓരോരുത്തരും കിട്ടാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും അന്യരല്ല. നിങ്ങൾ ഓരോരുത്തരും കർത്തൃഭാഗത്തിൽ തന്നെത്താൻ ഇരുന്നുകൊണ്ട് പറയണം, കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അറിഞ്ഞില്ല. കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഗ്രഹിച്ചില്ല. ക്രൂസിൽ നീ മരിച്ചത് എൻ്റെ പേർക്കാണെന്ന് എനിക്ക് വേണ്ടതുപോലെ മനസ്സിലായില്ല. 2000-ലേറെ വർഷം മുമ്പ് മരിച്ച ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്ന് പറയുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. പലർക്കും പിടികിട്ടുന്നില്ല. പക്ഷേ അകത്ത് വെളിച്ചം വരുമ്പോൾ എല്ലാം പിടികിട്ടും. അകത്ത് വെളിച്ചം വരണം. മോനെ, നിനക്ക് മനസ്സിലാകാത്തതിന് കാരണം അതാണ്, അകത്ത് വെളിച്ചമില്ല. മോളെ, നിനക്ക് മനസ്സിലാകാത്തതിന് കാരണമുണ്ട്, നിൻ്റെ ഉള്ളിൽ വെളിച്ചമില്ല. നിനക്കിപ്പോഴും സംശയങ്ങൾ വരികയാണ്. ഇപ്പോഴും നിനക്ക് ചോദ്യങ്ങൾ വരികയാണ്. ഇപ്പോഴും നിനക്ക് മത്സര ബുദ്ധികൾ വരികയാണ്. അതിന് കാരണം അകത്ത് വെളിച്ചമില്ല. അകത്ത് വെളിച്ചം വന്നാൽ പിന്നെ സംശയമില്ല, പിന്നെ ആശങ്കയില്ല, പിന്നെ അല്പം പോലും സന്ദേഹമില്ല. എപ്പോഴും ഉറപ്പാണ്. ഉറപ്പ്, ഹൃദയത്തിൽ നിർണയം, നല്ല നിർണയം ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വേറൊരു സംഭവം പറയാം. വലിയൊരു ആഴമേറിയ ജലാശയമാണ്. ആ ജലാശയത്തിൽ കൂടി ഒരു ബോട്ട് പോവുകയാണ്. ബോട്ടിൽ നിറയെ ആളുകളുണ്ട്. നിറയെ ആളുകളുള്ള ഒരു ബോട്ട്. അതിൽ ഒരപ്പൻ്റെ മടിയിൽ ഇളയ മോൻ കൊച്ചു കുട്ടിയിരിക്കുന്നുണ്ട്. സീറ്റ് അരികത്തൊരു സ്ഥലത്താണ്. അവിടെ അപ്പനിരിക്കുന്നു. അപ്പൻ്റെ മടിയിൽ കുട്ടിയിരിക്കുന്നു. കുട്ടി അപ്പൻ്റെ മടിയിലിരുന്നു കൊണ്ട് അവൻ ഈ ബോട്ടിൻ്റെ പുറത്തേക്ക് കൈ നീട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ ബോട്ടിലെ കായലിലെ വെള്ളം അവനിങ്ങനെ കൈകൊണ്ട് ആട്ടിക്കൊണ്ടിരുന്നു. രസമാണ്. കൈകൊണ്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. ബോട്ട് വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ ആളുണ്ട് താനും. എപ്പോഴോ കുട്ടി അയ്യോ എന്ന് വിളിച്ചു. എന്താണാവോ? കുട്ടിയുടെ കയ്യിൽ ഒരു ചീങ്കണ്ണി കടിച്ചിരിക്കുന്നു. ആ ജലാശയത്തിൽ ചീങ്കണ്ണി കുട്ടിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. കടിച്ചു പിടിച്ച ആ ചീങ്കണ്ണിയുടെ വായു രക്ഷിപ്പാൻ നോക്കിയിട്ട് മാർഗം കാണുന്നില്ല. അപ്പൻ കുട്ടിയെ എങ്ങോട്ട് പിടിക്കുന്നു. ചീങ്കണ്ണി ഈ കുട്ടിയെ കയ്യിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വലിക്കുന്നു. ചീങ്കണ്ണി ഭയങ്കര ശക്തിമാനല്ലേ. അപ്പൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ബോട്ട് ചെരിയുന്നു. ബോട്ടങ്ങ് ചെരിഞ്ഞു പോകുന്നു. ആളുകളെല്ലാം അമ്പരപ്പിലായി. എല്ലാവരും ആളുകൾ പറഞ്ഞു, വിട അത് ഇനി പിടിച്ചിട്ട് കാര്യമില്ല, കിട്ടുകയില്ല. കൂർത്ത പല്ലുകൾ കുട്ടിയുടെ കയ്യിൽ കോർത്ത് അങ്ങ് അമഞ്ഞിരിക്കുകയാണ്. കിട്ടുകയില്ല. കുട്ടിയെ വിടും. അയ്യോ, എൻ്റെ കുട്ടിയെ ഞാൻ എങ്ങനെ വിടും? അപ്പനെ കുട്ടിയെ വിടാൻ സാധിക്കില്ല. അപ്പനെ കുട്ടിയെ പിന്നെയും പുറകോട്ട് വലിക്കുകയാണ്. കുട്ടിയെ പുറകോട്ട് വലിക്കും തോറും ചീങ്കണ്ണി അങ്ങോട്ട് വലിക്കുന്നു. ഈ ബോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് മറിയാൻ തുടങ്ങുന്നു. ആളുകൾ കൂട്ടക്കരച്ചിലായി, ബഹളമായി. പ്രിയപ്പെട്ടവരെ, ആ കഥ പറഞ്ഞു പോകുന്ന ഇങ്ങനെയാണ്. അപ്പൻ ആ കുട്ടിയുടെ പിടിവിട്ടു. ചീങ്കണ്ണി കുട്ടിയെ കൊണ്ട് പോയി. ഇല്ലെങ്കിൽ അതിനകത്തുള്ളവരെല്ലാവരും വെള്ളത്തിൽ പോകും. എല്ലാവരും വെള്ളത്തിൽ പോയിട്ട് എല്ലാവരും അതിനകത്തുള്ള ചെങ്കണ്ണികളുടെ ഭക്ഷണമായി തീരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. സംഭവിച്ചേനെ. പക്ഷേ ആ കുട്ടിയെ അപ്പൻ പിടിവിട്ടതുകൊണ്ട് അവിടെ ആ ആളുകൾക്ക്, ബോട്ടിലുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. ആശയം നിങ്ങൾക്ക് മനസ്സിലായി നീ വിചാരിക്കട്ടെ. പിതാവായ ദൈവം ശത്രുവായ പൈശാചികൻ മനുഷ്യജാതിയെ മുഴുവൻ വഞ്ചിക്കാനായി വന്ന് വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുവിനെ അവൻ പിടിച്ചു. ആ യേശുവിനെ അവൻ ഏറ്റവും ഹീനമായ ദണ്ഡനത്തിനും ഏറ്റവും ഹീനമായ മരണത്തിനും വിട്ടുകൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനേകായിരങ്ങൾ, ലക്ഷോപലക്ഷം, അനേകമായിരം ജനങ്ങൾക്ക് രക്ഷ കിട്ടി, സമാധാനം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, എൻ്റെ കർത്താവേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലായി, നീ എന്നെ സ്നേഹിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ കർത്താവായ യേശുവിനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പിതാവായ ദൈവം വിട്ടു തന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സ്വർഗീയ സ്നേഹം, ഈ ദൈവീയ സ്നേഹം, അതാണ് യോഹന്നാൻ 3:16 നാം വായിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 3-ാം വാക്യം കാണാതറിയാവുന്ന വാക്യമാണ്. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചു. നിങ്ങൾ പറയുമ്പോൾ ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് പറയണം.
ദൈവം എന്നെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു, ദൈവം എന്നെ സ്നേഹിച്ചു. എന്നെ വ്യക്തിപരമായി അവൻ സ്നേഹിച്ചു. നിത്യ അന്ധകാരത്തിലേക്ക് ഞാൻ പോകാതിരിക്കുവാൻ ദൈവം എനിക്ക് വേണ്ടി കരുതി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വളരെ ഭീമാകാരമായ ആ ഒരു ചിഹ്നഗ്രഹം പറന്നു വരുന്നു. ആ ചിഹ്നഗ്രഹത്തിൽ അത് വന്ന് ഭൂമിയിലേക്ക് തട്ടാറാകുമ്പോഴേക്കും ഈ സമുദ്രത്തിലെ വെള്ളമെല്ലാം പൊങ്ങി ഭൂമി എല്ലാം വെള്ളത്തിനടിയിലാകും. മുഴുവൻ ഭൂമിയും. നമുക്കിപ്പോൾ മനസ്സിലാവുകയില്ല വലിയൊരു സുനാമി വരുന്നുവെന്ന്. നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നു ലോകാവസാനം സംഭവിക്കാൻ പോകുന്നുവെന്ന്. നാസയിലെ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ദൈവവിശ്വാസികളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവർ പറഞ്ഞിരിക്കുന്നു, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ലോകാവസാനം സംഭവിക്കാൻ പോകുന്നുവെന്ന്. നാം പെട്ടെന്ന് ഞെട്ടിപ്പോകേണ്ട കാര്യമില്ല. അത് സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, നമുക്കതറിഞ്ഞുകൂടാ. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇന്നത്തെ സ്ഥിതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നെങ്കിൽ ലോകം തീരാൻ പോകുന്നു, ഈ ഭൂമി മുടിയാൻ പോകുന്നു. ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹം പിന്നെ ഇല്ലാതാകാൻ പോകുന്നു. അത് ഇല്ലാതാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചെറിയ മനസ്സിൽ ഇതൊന്നും മനസ്സിലാവുകയില്ല. ഭൂമി ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? ഭൂമി അവിടെ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ എല്ലാവരും, അറിവുള്ളവരെല്ലാവരും, ജ്ഞാനികളായ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ഒരുപോലെ പറയുന്നു വലിയൊരു ഭീകരാന്ത്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഈ ലോകത്തിലെ കാര്യങ്ങൾ ചിന്തിച്ച് നാം മുഴുകുന്നു. ചിന്തിക്കണ്ട എന്നല്ല, നോക്കണ്ട എന്നല്ല, ലോകകാര്യങ്ങൾ അന്വേഷിക്കേണ്ട എന്നല്ല. പക്ഷേ എല്ലാം അവസാനിക്കാൻ പോകുന്നു. എല്ലാം അടഞ്ഞ് തകരാൻ പോകുന്നു. എല്ലാം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ രക്ഷകനായ ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കുക. യേശുവിനെ നിങ്ങൾ സ്നേഹമായി കാണുക. സ്നേഹമായ ക്രിസ്തുവിൻ്റെ വാതിൽത്തിലേക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കുക. കർത്താവേ, ഇത്രയും കാലം ഞാൻ നിന്നെ അറിഞ്ഞില്ല. നീ എന്നെ അറിഞ്ഞു. ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞു. എൻ്റെ സ്വഭാവം എന്താണെന്ന് നീ അറിഞ്ഞു. ഞാൻ അറിയാത്തതായ എൻ്റെ ആ ഉൾവശങ്ങൾ പോലും നീ അറിഞ്ഞു. ഞാൻ അറിയാത്തതായ എൻ്റെ ദുസ്വഭാവങ്ങൾ നീ അറിഞ്ഞു. ഞാൻ അറിയാത്തതായ എൻ്റെ സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങൾ നീ അറിഞ്ഞു. എന്നാൽ കർത്താവേ, എന്നാൽ ഇപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. കർത്താവേ, ഈ പുതിയ അറിവ്, അത് പുതിയ അറിവല്ല, പഴയ അറിവ് തന്നെയാണ്. പക്ഷേ എന്നാൽ എനിക്കിതൊരു പുതിയ അറിവായി കിട്ടിയിരിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു. എന്നെ നാശലോകത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യ സൗഭാഗ്യത്തിലാക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനെ എനിക്ക് വേണ്ടി അർപ്പിച്ചു തന്നു, എനിക്ക് വേണ്ടി വിട്ടു തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, തൻ്റെ ഏകജാതനായ പുത്രനെ ഏൽപ്പിച്ച് തരുവാൻ തക്കവണ്ണം നീ എന്നെ സ്നേഹിച്ചല്ലോ. നാഥാ, നിനക്ക് സ്തുതി. ഹൃദയം കർത്താവിനെ നിങ്ങൾ കൊടുക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുക. കർത്താവിനോട് നിങ്ങൾ വാക്ക് പറയുക. എൻ്റെ കർത്താവേ, ഇത്രയും കാലം പാഴാക്കി കളഞ്ഞത് എൻ്റെ മേൽ കണക്കിടല്ലേ. ഇത്രയും കാലം നിന്നെ അറിയാതെ പോയത് എൻ്റെ മേൽ കണക്കിടല്ലേ. ഇത്രയും കാലം ഞാൻ നാശത്തിൻ്റെ അടിമയായി ജീവിച്ചത് എൻ്റെ മേൽ കണക്കിടല്ലേ. നാഥാ, പൈശാചിക ശക്തിക്ക് ഇടം കൊടുത്ത് ജീവിച്ചത് എൻ്റെ മേൽ കണക്കിടല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശു ഇതാ ആണിപ്പാളുടെ കരം നീട്ടിക്കൊണ്ട് നിങ്ങളെ നേരെ നിൽക്കുന്നു. നിങ്ങളെ കരത്തിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കൂ. ഭാവി ഭദ്രമാകട്ടെ, ഭാവി സുഭദ്രമാകട്ടെ, ഭാവി സുരക്ഷിതമാകട്ടെ, ഭാവി അനുഗ്രഹീതമായി തീരട്ടെ. നിത്യസ്വർഗത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് പറന്നു ചെല്ലുവാൻ നാം യോഗ്യരായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ ഈ മക്കളെ അവിടെ തൊട്ടതിനായി സ്തോത്രം. നിൻ്റെ മക്കളെ വിശ്വസ്തരുടെ സ്ഥലമേൽ അവിടെ തൃക്കരം വെച്ചതിനായി സ്തോത്രം. അപ്പോൾ തിരക്തത ഞങ്ങളെല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. നാഥ, അതിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഇപ്പം ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.